സിറിയയ്ക്കുള്ളിലെ ഭൂഗർഭ ഇറാനിയൻ മിസൈൽ നിർമ്മാണ കേന്ദ്രം ലക്ഷ്യമിട്ട് 2024 സെപ്റ്റംബർ 9 നടത്തിയ അതിസങ്കീർണമായ കമാൻഡോ ഓപ്പറേഷന്റെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിട്ട IDF. സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തരണം ചെയ്ത IAF ഷാൽദാഗ് യൂണിറ്റിനെ 200 കിലോമീറ്റർ ഉള്ളിലേക്ക് എത്തിച്ച സാഹസികവും വിദഗ്ധവുമായ ഓപ്പറേഷന്റെ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. 120 ഉന്നത സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയായിരുന്നു ഓപ്പറേഷൻ നടത്തപ്പെട്ടത്. ഏത് നിമിഷവും ഓപ്പറേഷൻ തടസ്സപ്പെടുത്താവുന്ന സിറിയയുടെ 5 വ്യത്യസ്ത വിപുല വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചായിരുന്നു ഇസ്രായേലിന്റെ നീക്കം. ഓപ്പറേഷൻ സുഗമമാക്കിയ ഇസ്രായേൽ വ്യോമസേനാ പ്രവർത്തനങ്ങൾ IDF വെളിപ്പെടുത്തി. സിറിയയ്ക്കുള്ളിലെ ഭൂഗർഭ ഇറാനിയൻ മിസൈൽ നിർമ്മാണ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു രഹസ്യ ഓപ്പറേഷൻ നടന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും സിറിയയിലെ അസദ് ഭരണകൂടത്തിനും വേണ്ടി മിസൈലുകൾ നിർമ്മിക്കാൻ ഇറാനിയൻ സേന ഉപയോഗിച്ച ഒരു സൈറ്റ് ലക്ഷ്യം വെക്കുന്നതായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ ഓപ്പറേഷൻ മെനിവേസ് എന്നറിയപ്പെടുന്ന ഈ റെയ്ഡ്. ഡീപ് ലെയർ എന്നും സൈനികർ വിളിച്ച ഈ ഓപ്പറേഷൻ നടന്നത് ഹമയുടെ പടിഞ്ഞാറ് മസ്യാഫിലെ ഒരു പർവ്വതത്തിനുള്ളിലെ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിൽ ആയിരുന്നു. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്ററും സിറിയയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 45 കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സൈറ്റ് ഗൌരവമേറിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒന്നായിരുന്നു. സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമായ യൂണിറ്റ് 669ന്റെ പിന്തുണയോടെ IAFന്റെ എലൈറ്റ് ഷാൽദാഗ് യൂണിറ്റാണ് ദൗത്യം നിർവഹിച്ചത്. സൈനികർക്ക് പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഓപ്പറേഷൻ ഏകദേശം 2.5 മണിക്കൂർ നീണ്ടുനിന്നു. അതേസമയം സിറിയയിലെ ധീരവും വിജയകരവുമായ പ്രവർത്തനത്തിന് ഇസ്രായേൽ സൈനികരെ അഭിവാദ്യം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ അച്ചുതണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ തങ്ങൾ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇതെന്ന് വിലയിരുത്തുകയും ചെയ്തു. സ്വയം പ്രതിരോധിക്കാൻ ഏത് നടപടിയും സ്വീകരിക്കാനുള്ള തങ്ങളുടെ ധൈര്യവും ദൃഢനിശ്ചയവും ഇതിലൂടെ പ്രകടമായെന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.